RSSന്റെ സർസംഘചാലക് മോഹൻ ഭഗവത്ജി പശുവിന്റെ ഇറച്ചി കഴിക്കുന്നതിനെ കുറിച്ചുള്ള എന്റെ പരാമർശം പല മാധ്യമങ്ങളും വാർത്തയാക്കിയതായി കണ്ടു. അതുകൊണ്ടാണ് അതിനൊരു ക്ലാരിറ്റി നൽകുന്നത്. ചില RSSലെ സുഹൃത്തുക്കൾ വിളിച്ചു പറഞ്ഞു, അങ്ങനെയൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല, എവിടെയാണ് തെളിവ്? ഞാൻ അവരോട് പറഞ്ഞു, 100% സത്യം മാത്രം പറയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ആ ചർച്ചയിൽ ഈ പോയിന്റ് മെൻഷൻ ചെയ്തിരുന്നു. അതിന്റെ തന്നെ തെളിവ് ചർച്ചയിൽ വേറൊരു കോണ്ടെക്സ്റ്റിലാണെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് കയ്യിലെടുത്ത് വെച്ചിട്ടില്ലായിരുന്നു. ഇതാ വീഡിയോ ആണ്. ശ്രീ മോഹൻ ഭഗവത്ജി പറഞ്ഞത് ഏറ്റവും നല്ല വാക്കുകളാണ്. അദ്ദേഹം പറഞ്ഞത്, പിന്നോക്കക്കാരുടെ ഒരു മീറ്റിങ്ങിന് പോയി. ആ മീറ്റിങ്ങിന് പോയപ്പോൾ അവിടെ കുറെ കാര്യകർത്താക്കൾ പോയി. അപ്പം ഞങ്ങളുടെ കൂടെ നിന്ന് നിങ്ങൾക്ക് ആഹാരം കഴിക്കാമോ എന്ന് ചോദിച്ചു. ഇവര് സവർണരും ബ്രാഹ്മണരുമായിരുന്നു പോയത്. പിന്നോക്ക ദളിതരോടിരുന്ന് ആഹാരം കഴിക്കാമോ എന്ന് ചോദിച്ചു. ഞങ്ങൾ അങ്ങനെ കൂടിരുന്ന് ആഹാരം കഴിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോ ഇവർ കഴിക്കാം എന്ന് പറഞ്ഞ് അവിടെ ഒരുമിച്ചിരിക്കുകയും അപ്പൊ അതിൽ നിന്ന് ഒരാൾ എണീച്ച് പറഞ്ഞു, ഇതിൽ പശുവിന്റെ മാംസം കലർന്നിട്ടുണ്ട്, നിങ്ങൾ അത് കഴിക്കണം എന്ന്. അപ്പോ പശുവിന്റെ മാംസം കഴിച്ചാൽ 42 തലമുറ നരകത്തിൽ പോകുന്നു വിശ്വസിക്കുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലെ അടക്കമുള്ള ഒരുപാട് സ്ഥലങ്ങളിലെ, പ്രത്യേകിച്ച് ഞാനൊക്കെ ജനിച്ച ബ്രാഹ്മണ സമുദായത്തിൽ പശു ഇറച്ചി കഴിക്കുന്നത് വലിയ പ്രശ്നമാണെന്ന് സൂചിപ്പിക്കാറുണ്ട്. അപ്പോ RSSലെ ഈ ആൾക്കാർ അവരോട്, അല്ലെങ്കിൽ മോഹൻ ഭഗവത്ജിയുടെ അല്ലെങ്കിൽ RSSലെ മുതിർന്നവരുടെ അഡ്വൈസ് ആയിട്ട് അവർ പറഞ്ഞു, 42 തലമുറ അങ്ങനെ ഈ പശുവിന്റെ ഇറച്ചി കഴിച്ച് നരകത്തിൽ പോയാലും കുഴപ്പമില്ല, നിങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ ഞങ്ങൾ നിങ്ങളോട് ചരിത്രത്തിൽ ചെയ്ത തെറ്റുകളെ മാപ്പപേക്ഷിക്കാനായി ഞങ്ങൾ ആ പശുവിന്റെ ഇറച്ചി കഴിക്കാൻ തയ്യാറാണ്. അപ്പൊ അവര് പറഞ്ഞു, ഇങ്ങനെ വേണ്ട, പശുവിന്റെ ഇറച്ചി മാത്രമല്ല ബാക്കി കാര്യങ്ങളും പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ ബാക്കി ആഹാരം കൊണ്ടുവരാം. അതൊരു പരീക്ഷണമായിട്ട് നിങ്ങളോട് പറഞ്ഞതാണ്. മോഹൻ ഭഗവത്ജി പറഞ്ഞ എക്സാക്ട് വാക്കുകളാണ്, അദ്ദേഹത്തിന്റെ തന്നെ പ്രസംഗമാണ്. പശുവിന്റെ മാംസം വെച്ചിട്ടുണ്ട്. 42 തലമുറ നരകത്തിൽ പോകും. सदियों से आप और हम लोग अलग रहे, अब आपके जुड़ने के लिए अगर 42 पीढ़ी हमारी नरक में जानी है तो हमको मंजूर है. തീർച്ചയായും കൈയടിക്കേണ്ട കാര്യമാണ്. അതിനുശേഷം ഞാൻ പറഞ്ഞ കാര്യം, ഇത് വളരെ ബുദ്ധിമുട്ടി കിട്ടിയ ഒരു വീഡിയോ ആണ്. നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും ആ രീതിയിൽ അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അത് വളരെ ബുദ്ധിമുട്ടി ഞാൻ കണ്ടെത്തിയ ഒരു വീഡിയോ ആണ്. 2023 6/9/2023 സെപ്റ്റംബറിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അവിടെയാണ് ഈ നേതൃത്വത്തിൽ നിൽക്കുന്നവർക്ക് നല്ല സമീപനങ്ങളും നിലപാടും പറയുന്നുണ്ടെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കാനും ഉയർത്തിക്കാട്ടാനും നമുക്കാകണം. ഞാൻ RSSകാരനല്ല, ഹിന്ദുത്വവാദിയല്ല, ഹിന്ദുത്വയോട് എനിക്ക് അതിശക്തമായ എതിർപ്പുണ്ട്, അല്ലെങ്കിൽ ബഹുമാന പുരസ്സരമുള്ള വിയോജിപ്പുണ്ട്. പക്ഷേ നന്മ ആര് പറഞ്ഞാലും നമുക്ക് മുമ്പോട്ട് വെക്കാൻ കാണിക്കണം. ഞാൻ നല്ല വിശ്വാസിയായ ഹിന്ദുവാണ്, എന്നാൽ ഹിന്ദുത്വവാദിയല്ല. ഹിന്ദുത്വം എന്ന് പറയുന്നത് രാഷ്ട്രീയമാണ്, ഹിന്ദു എന്ന് പറയുന്നത് വിശ്വാസവും ദർശനവുമാണ്. ഈ തീവ്ര ഹിന്ദുത്വവാദിയാണ് നമ്മുടെ രാഷ്ട്രപിതാവിനെ മഹാത്മാഗാന്ധിയെ കൊന്ന ഗോഡ്സെ, അല്ലെങ്കിൽ മൃദു ഹിന്ദുത്വവാദി, അല്ലെങ്കിൽ ഒരു സെന്റർ റൈറ്റ് ഒക്കെ അല്ലെങ്കിൽ റൈറ്റ് വിങ് നിൽക്കുന്ന ഹിന്ദുത്വവാദിയാണ് സവർക്കർ, വീര സവർക്കർ. ഗോഡ്സെ എക്സ്ട്രീം റൈറ്റ് ആണ്. അപ്പോൾ ഹിന്ദുത്വവാദികളോട് എനിക്ക് ബഹുമാന പുരസ്സരമുള്ള വിയോജിപ്പാണ്. പക്ഷെ ആര് നല്ലത് പറഞ്ഞാലും നമുക്ക് പ്രശംസിക്കാനും ഉയർത്തിക്കാട്ടാനും കഴിയണം. പശുവിന്റെ ഇറച്ചി തിന്നുപോലും നമ്മൾ നമ്മുടെ സമൂഹത്തിന്റെയും സമുദായങ്ങളുടെയും ഐക്യം ഉണ്ടാക്കണം എന്നുള്ള ആ ദർശനം വളരെ പോസിറ്റീവാണ്, പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. നിങ്ങൾ ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. കാര്യം നന്മ ആര് പറഞ്ഞാലും, ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും പറഞ്ഞാൽ അതിനെ പ്രോത്സാഹിപ്പിക്കണം. മോഹൻ ഭഗവത്ജിയുടെ പല നിലപാടുകളും അങ്ങനെ വളരെ പോസിറ്റീവാണ്. അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്, കാണുന്ന എല്ലാ മുസ്ലിം പള്ളിയുടെയും താഴെ പോയി ശിവലിംഗം തരേണ്ട ആവശ്യമില്ല. പല ആൾക്കാരും ഹിന്ദു മുസ്ലിം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നേതാക്കളാകാൻ വേണ്ടിയാണ്. പറയുന്നത് RSSന്റെ സർസംഘചാലകാണ്. പല ആൾക്കാരും ഈ ഹിന്ദു മുസ്ലിം പ്രശ്നം എന്ന് പറഞ്ഞ് കാണുന്ന മുസ്ലിം പള്ളിയുടെ എല്ലാം താഴെ പോയി ശിവലിംഗം തിരയുന്നത് അടി ഉണ്ടാക്കാനും പ്രശ്നം ഉണ്ടാക്കാനും സ്വയം നേതാവ് കളിക്കാനുമാണ് എന്ന് RSSന്റെ സർസംഘചാലക് പറയുമ്പോൾ പൂജനീയ മോഹൻ ഭഗവത്ജി അല്ലെങ്കിൽ സർസംഘചാലകിന് നമസ്കാരം പറയുകയും അത് പോസിറ്റീവാണ്. എല്ലാവരും അങ്ങനെ ഒരു ഗാന്ധിയൻ പാതയിലേക്ക്, മധ്യപാതയിലേക്ക്, മിഡിൽ പാത്തിലേക്ക് വരാൻ നമ്മൾ പ്രശംസിക്കണം, പ്രോത്സാഹിപ്പിക്കണം. അപ്പൊ മോഹൻ ഭഗവത്ജിയുടെ വീഡിയോയുടെ തെളിവുകൾ ഇതാണ്. അത് രാഹുൽ ഈശ്വർ പറഞ്ഞതല്ല, സഖാൽ മോഹൻ ഭഗവത്ജി പറഞ്ഞതാണ്. നല്ല കാര്യമാണ്, നന്മയുള്ള കാര്യമാണ്, അഭിനന്ദിക്കേണ്ട, പ്രണാമം നടത്തുന്ന കാര്യമാണ്. നിങ്ങൾ ഇറച്ചി കഴിക്കുന്നെങ്കിൽ ഇറച്ചി കഴിക്കുക, ഇറച്ചി കഴിക്കുന്നെങ്കിൽ ഇറച്ചി കഴിക്കണ്ട. പക്ഷേ സമൂഹത്തിന്റെ ഐക്യം നിലനിർത്താൻ നമുക്ക് കഴിയണം. പശുവിന്റെയും പന്നിയുടെയും ഇറച്ചിയുടെയും ഇറച്ചിയില്ലായ്മയുടെയും പേരിൽ ആൾക്കാർക്ക് വിവേചനമോ ആൾക്കാരെ ഉച്ചനീചത്വങ്ങളോ ആൾക്കാരെ മോശമാക്കി കാണിക്കാതിരിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം നമുക്കുണ്ട് എന്ന് തിരിച്ചറിയട്ടെ. ജയ് ഹിന്ദ്, ഗോഡ് ബ്ലെസ്.